പ്രവാചകന്മാരും ദൈവിക വെളിപ്പാടുകളും. ഇസ്രായേൽ ജനം ധാർമ്മികമായി അധംപതിക്കുകയും ദൈവകൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്ത സന്ദർഭങ്ങളിൽ ദൈവം അവരുടെ മധ്യത്തിൽ ഇക്കാലത്തെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഇസ്രായേലിലെ പ്രസിദ്ധരായ ചില പ്രവാചകന്മാർ യഹൂദമത ചിന്തയെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ വഴി പോഷിപ്പിക്കുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ ശമൂവേൽ, നാഥാൻ, ഏലിയ, എലീശ എന്നിവർ ദൈവഹിതത്തെ ഇസ്രായേലിൻ്റെ മധ്യത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇസ്രായേലിലെ രാജ്യവാഴ്ചയുടെ അവസാന ഘട്ടങ്ങളിലും ബാബേൽ പ്രവാസത്തിന് മുമ്പും ഇസ്രായേൽ ജനത്തിന് ബുദ്ധി ഉപദേശവും മാർഗദർശനം കൊടുത്തുകൊണ്ടിരുന്ന പ്രവാചകന്മാരിൽ ആമോസ്, ഓശിയ, യെശയ്യാവ്, മീഖ, സെഫന്യാവ്, നഹും, ഇരമ്യാവ്, ഹബക്കൂക്ക് എന്നിവർ ഉൾപ്പെടുന്നു. പ്രവാചകന്മാരിൽ കൂടി ദൈവം ഇസ്രായേലിനോട് സംസാരിക്കാൻ തുടങ്ങി. സന്ദേശത്തിൻ്റെ സാരാംശം മീഖാ പ്രവാചകൻ ഒരു വാക്യത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു: ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോട് ഇരിപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖ 6:8. ദൈവത്തിൻ്റെ നീതി മാറ്റമില്ലാത്തതാണെന്നും മുഖപക്ഷം കൂടാതെ ദൈവം നീതി നടത്തുമെന്നുമുള്ള സത്യം ഇക്കാലത്തെ പ്രവാചകന്മാർ വെളിപ്പെടുത്തി. 4 കാര്യങ്ങളുള്ള വിശ്വാസം ഇക്കാലത്ത് ഇസ്രായേൽ ജനത്തിൽ വർദ്ധിച്ചു.